കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നരസിംഹ ജയന്തിയാണ് 2026 ഏപ്രിൽ 30. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി. ചതുർദശി തിഥി ആരംഭിക്കുന്നത് 2026 ഏപ്രിൽ 29 രാത്രി 7:51 മുതൽ 30-ാം തീയതി രാത്രി 9:12 വരെയാണ്. അതുകൊണ്ട് തന്നെ 30-ാം തീയതിയാണ് നമ്മൾ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമായ അന്ന് നരസിംഹ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. എങ്ങനെയാണ് നരസിംഹ ജയന്തി വ്രതം അനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏകാദശി എങ്ങനെയാണോ അനുഷ്ഠിക്കുന്നത് അതുപോലെ അനുഷ്ഠിക്കുക. സകല ധാന്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒരിക്കലുണ്ട്, അങ്ങനെയും എടുക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഇഷ്ടം. എങ്ങനെ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് തിരിക്കാൻ പറ്റുമോ ആ രീതിയിലിരിക്കുക. പ്രധാനമായിട്ടും ഒരു നേരം എങ്കിലും അരിഭക്ഷണം എന്ന നിലയിലേക്ക് ചുരുക്കുക. അല്ല പൂർണ്ണമായും ഉപവസിക്കാമെന്നുള്ളവർ ഉപവസിക്കുക. അല്ല പാലും പഴങ്ങളും കഴിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ല ധാന്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഏകാദശി പോലെ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഏകാദശി എങ്ങനെയാണോ അനുഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. എങ്കിലും ഇന്നത്തെ ഒരു ലോകത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനവൻ്റെ സ്ഥിതിക്കനുസരിച്ചിട്ട് ചെയ്യുക. പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്. പൂജാസമയം, വൈകുന്നേരത്തെ പൂജാസമയം എന്ന് പറയുന്നത് വൈകുന്നേരം 4:03 മുതൽ 6:32 വരെയുള്ള 2 മണിക്കൂർ 29 സമയം ഏറ്റവും ശ്രേഷ്ഠമാണ്. നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതിനും നരസിംഹസ്വാമിയുടെ ക്ഷേത്ര ദർശനം ചെയ്യുന്നതിനും വൈകുന്നേരത്തെ ഈ സമയം വളരെ വളരെ ശ്രേഷ്ഠമാണ്. നരസിംഹ വ്രതമെടുത്തതിനു ശേഷം പാരണ വീടുന്നത് പിറ്റേ ദിവസം 6:07 ശേഷം എപ്പോൾ വേണമെങ്കിലും പാരണ വീടാം. ഉച്ചയ്ക്ക് മുമ്പ് പാരണ വീടണം. എങ്കിലും 6:07 ശേഷം എപ്പോൾ വേണമെങ്കിലും പാരണ വീടാവുന്നതാണ്. അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് കഠിനമായ ആപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്, രക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല, ഞാനിത് അനുഭവിച്ച് തീരണം എന്ന് കരുതി ദുഃഖിച്ചിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് ആശ്വാസമാണ് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത്. പൂർണ്ണ ഭക്തിയോടുകൂടി, നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആപത്തും ഭഗവാൻ തീർത്തു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നരസിംഹമൂർത്തിയുടെ ഏതു നാമങ്ങൾ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. നരസിംഹമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിച്ചാലും മതി. അങ്ങനെ ജപിച്ചാലും നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ ഏതൊക്കെ നാമങ്ങൾ നമുക്കറിയാമോ ആ നാമങ്ങളൊക്കെ കൊണ്ട് ജപിക്കുക. വലിയ ബീജാക്ഷരങ്ങൾ കൊണ്ടുള്ള നാമങ്ങളൊന്നും നിങ്ങൾ ജപിക്കാൻ പാടില്ല. അതായത് ഹ്രീം, ക്ലീം ഇങ്ങനെയുള്ള ബീജാക്ഷരങ്ങൾ കൊണ്ടുള്ള നാമങ്ങൾ ജപിക്കരുത്. കാരണം അങ്ങനെയൊക്കെ ജപിക്കുമ്പോൾ അതിന് അതിൻ്റേതായ നിഷ്ഠയുണ്ട്. ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ആ നിഷ്ഠയോടുകൂടി മാത്രമേ അങ്ങനെയുള്ള നാമങ്ങൾ നമ്മൾ ജപിക്കാൻ പാടുള്ളൂ. ഉഗ്രം വീരം എന്ന് തുടങ്ങുന്ന നരസിംഹമൂർത്തിയുടെ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. നരസിംഹമൂർത്തിയുടെ അവതാര കഥ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നാളെ എല്ലാവരും തന്നെ നരസിംഹമൂർത്തിയുടെ ഈ കഥ കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ട് എങ്കിൽ ആ കഥ വായിക്കുകയോ ചെയ്യുക. ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം ഇന്നത്തെ ഈ ലോകത്തിൽ ഇന്നത്തെ കുട്ടികൾക്കൊന്നും തന്നെ ഇതിനോട് യാതൊരു താല്പര്യവുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ധാരാളം കുട്ടികൾക്ക്
ഈ അടുത്ത കാലത്തായിട്ട് അതിനുള്ള താല്പര്യം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനാണ് കുട്ടികളെ പറയുന്നത്? മുതിർന്ന ആളുകൾക്ക് പോലും പലപ്പോഴും ഇതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ചെന്നാൽ പോലും അവർക്ക് അതിനോടൊന്നും ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളതും വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണ്. പലപ്പോഴും എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകാറുണ്ട്. താല്പര്യമില്ലാത്ത ആളുകളുടെ അടുത്ത് ഞാൻ ചെന്ന് പറയാറും ഇല്ല. എങ്കിലും പലപ്പോഴും പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ലാത്ത പോലെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ആ സമയത്തും അവരിങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. എന്താണ്? നമുക്ക് ഒരു തരത്തിലും നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവും നൽകാത്ത, അതായത് മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും അതുപോലെ തന്നെ അവർ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പടച്ചുവിടുന്ന ന്യൂസുകളും അതുപോലുള്ള ന്യൂസ് ചാനലുകളുമെല്ലാം, ഓൺലൈൻ ചാനലുകളുമെല്ലാം കണ്ട് വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജനതയുടെ അടുത്തേക്ക് നമ്മൾ ചെന്നിട്ട് ഇന്ന് നരസിംഹ ജയന്തിയാണ്, ഞാൻ നരസിംഹ അവതാരം കഥയൊന്ന് പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു പുച്ഛമാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് കലിയുഗമാണ്. നമ്മളിതെല്ലാം സഹിച്ചേ മതിയാകും. അതുകൊണ്ട് മറ്റുള്ള ആളുകളെ ഈ വഴിയിലേക്ക് വരുത്താം എന്ന് ചിന്തിക്കുന്നത് മൂഢത്വമാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ദുഃഖകരമായ അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അവരെ നിർബന്ധിക്കാനും പറ്റില്ലല്ലോ. ഇത് കേട്ടേ മതിയാകൂ എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് താല്പര്യമില്ല. നമ്മൾ നിർബന്ധിപ്പിച്ച് കേൾപ്പിച്ചാലും അവരതിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കില്ല. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കലിയുഗമാണ്, കലിയുഗത്തിൽ ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നമ്മളങ്ങ് ആശ്വസിക്കുക, ഇത് കലിയുഗമാണല്ലോ. പക്ഷേ പല കുട്ടികളും, പ്രത്യേകിച്ച് പുതുതലമുറ, ഒരുപാട് ആളുകൾ കഥകൾ കേൾക്കാനും നാമം ജപിക്കാനും ഒക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്. അതവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ അഭിവൃദ്ധി അവരിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യമാണ്, എന്തൊരു അഴകാണ് അവരെ കാണാൻ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിഷമിക്കുക എന്ന ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ. എല്ലാ കുട്ടികളും പ്രഹ്ലാദൻ്റേത് കൂട്ടാകണം എന്ന് നമ്മൾ ചിന്തിക്കും. എല്ലാ മനുഷ്യരും പ്രഹ്ലാദൻ്റെ അമ്മയെപ്പോലെ കയാധുവായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ആഗ്രഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ നോക്കുന്ന ആളുകളെല്ലാം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. സങ്കടമാണ്. പക്ഷേ കുറച്ചു നേരം ഭഗവാന്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ കരയുമ്പോൾ ആ സങ്കടമൊക്കെ മാറും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. എല്ലാവരുടെയും മനസ്സിലേക്ക് ഭക്തി കൊണ്ടുവന്ന് നൽകട്ടെ. ഞാൻ നരസിംഹാവതാരം വീണ്ടും പറയുന്നില്ല. നരസിംഹ അവതാരത്തിൻ്റെ കഥ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നിങ്ങളെല്ലാവരും ആ കഥ കേൾക്കുകയും താല്പര്യമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും മതി, നിങ്ങളുടെ ഇഷ്ടം. പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലും നല്ലത്. പിന്നെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഇരുത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാത്ത അവസരങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. എങ്കിലും നമ്മുടെ അടുത്ത ഒരാളെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കഥ കേട്ടിട്ട് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രഹ്ലാദൻ്റെ ഭക്തിയുടെ ഒരംശം നമ്മുടെ ഹൃദയത്തിലേക്കും വരും. ആ ഭക്തിയുടെ ഒരംശം നമുക്ക് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും. നരസിംഹമൂർത്തിയുടെ ആ തിരുസ്വരൂപം നമുക്ക് നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കും. മറ്റൊരാളുടെ മനസ്സിലേക്ക് ആ സ്വരൂപം നമുക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും. അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മം ഇല്ല എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുവാനും ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ലഭിക്കുന്ന ഭാഗ്യം, അത് മഹാഭാഗ്യമാണ് എന്ന് ചിന്തിക്കുക. ഒരുപാട് ജന്മങ്ങൾ നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇതിനുള്ള അവസരം ലഭിക്കുന്നത് എന്ന് ചിന്തിക്കുക. നമ്മുടെ വാക്കുകൾ കേൾക്കാതെ
മാറിപ്പോകുന്ന ആളുകൾക്ക് സർവേശ്വരൻ അതിനുള്ള ഭാഗ്യം നൽകിയിട്ടില്ല എന്ന് കരുതി ആശ്വസിക്കുക. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞാനിന്ന് ഇത്രയും പറഞ്ഞത് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന ഇന്നുണ്ടായതുകൊണ്ടാണ്. അതൊന്ന് പറഞ്ഞു തീർത്തില്ലെങ്കിൽ അതിങ്ങനെ മനസ്സിൽ കിടന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ വിങ്ങും. നിങ്ങളോടാകുമ്പോൾ എനിക്ക് മനസ്സ് തുറന്ന് പറയാമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.